ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. ലോകമെമ്പാടുമുള്ള ഷാലോം TV പ്രേക്ഷകരെ പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ദുബൈ സെയിൻറ്റ് മേരീസ് മലയാളം കരിസ്മാറ്റിക് കമ്മ്യൂണിറ്റിയുടെ നേതൃത്വ നിരയാണ്. അവരുടെ ശുശ്രൂഷാനുഭവങ്ങൾ തുടർന്നും ഈ എപ്പിസോഡിലൂടെ നമുക്ക് ശ്രവിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേൾക്കുകയായിരുന്നു ദുബായ് കരിസ്മാറ്റിക്കിൻ്റെ കോർഡിനേറ്ററായ ജോഷി ചേട്ടനിലൂടെയും സാജു ബ്രദറിലൂടെയും നിതീഷ് സഹോദരനിലൂടെയും മാത്യു ബ്രദറിലൂടെയെല്ലാം അവരുടെ ജീവിത അനുഭവങ്ങളും അവർക്ക് ദൈവം നൽകിയ കാഴ്ചപ്പാടുകളും ദൈവത്തോട് ചേർന്ന് സഭയോട് ചേർന്ന് ദൈവിക സ്നേഹത്തിൽ ഈ മണ്ണിലും ദേവാലയത്തെ ചുറ്റി പറ്റിയൊരു ജീവിതം നയിക്കുവാൻ ദൈവം അവരെ തിരഞ്ഞെടുത്ത വഴികൾ പറയുകയായിരുന്നു. അതിൻ്റെ തുടർച്ചയായി അവരുടെ ജീവിതാനുഭവങ്ങളെയും അവരുടെ മിനിസ്ട്രിയെ പറ്റിയും കൂടുതലായി നമുക്ക് ഈ ആഴ്ചയിൽ കേൾക്കാം. മാത്യു ബ്രദറിലേക്ക് നമുക്ക് കടന്നു വരാം. മാത്യു ബ്രദറിൻ്റെ കരിസ്മാറ്റിക് അനുഭവത്തെ, കാഴ്ചപ്പാടുകളെ, ഇവിടെ വന്ന അനുഭവങ്ങളെ ഒക്കെ ഒന്ന് കൂടുതൽ വിശദീകരിക്കാം. പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ സജീവമായി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നേതൃത്വത്തിലേക്ക് ഒരു വിളിയുണ്ടെന്ന് എൻ്റെ എൽഡേഴ്സിലൂടെ എനിക്കറിയാൻ സാധിച്ചു. അതിൻ്റെ കാരണം വന്ന പിറ്റേ വർഷം തന്നെ ഞാനായിരുന്ന കരാമ സോണിൽ അവിടുത്തെ കോറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ആ കോറിൻ്റെ ആ വർഷമല്ല, മൂന്നാമത്തെ വർഷം തന്നെ കോർ മെമ്പർ ആവാനായിട്ട് സാധിച്ചു. കരിസ്മാറ്റിക് അനുഭവം എന്ന് പറഞ്ഞാൽ അത് കാരിസംസ് നിറഞ്ഞ ഒരു അനുഭവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ അനുഭവിച്ചറിഞ്ഞുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ എനിക്ക് സത്യത്തിൽ പല ധ്യാനങ്ങളിലൂടെയും ഞങ്ങളുടെ സെൽഫ് പ്രെയറിലൂടെയെല്ലാം ഈ വരദാനങ്ങൾ അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു. അതിനെ വളർത്തിയെടുക്കാനായിട്ട് കർത്താവ് എന്നെ ഒരു ഉപകരണമാക്കി എന്നെനിക്ക് പിന്നീട് മനസ്സിലാവുന്നുണ്ട്. കാരണം അതിനെ തുടർന്ന് ഈ ദുബായ് കരിസ്മാറ്റിക് സമൂഹത്തിൻ്റെ പല മേഖലകളിൽ പ്രത്യേകിച്ച് മിനിസ്ട്രികളെ രൂപപ്പെടുത്താനായിട്ട്, പ്രത്യേകിച്ച് വേർഡ് മിനിസ്ട്രി, പ്രൈസ് ആൻഡ് വർഷിപ്പ് മിനിസ്ട്രി, അവരെയൊക്കെ ട്രെയിനിങ് സംഘടിപ്പിക്കാനും പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ വേർഡ് മിനിസ്ട്രിക്കും പ്രൈസ് ആൻഡ് വർഷിപ്പ് മിനിസ്ട്രിക്കും എല്ലാം ട്രെയിനിങ് കൊടുക്കാനും അവരെ വരദാനങ്ങളിൽ വളർത്താനുമായിട്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എന്നോടൊപ്പം പ്രവർത്തിച്ച സഹോദരങ്ങളെ ഞാൻ ഓർക്കുകയാണ് ഒത്തിരി സ്നേഹത്തോടെ. ഒത്തിരിയേറെ ശുശ്രൂഷകരെ അതിലൂടെ വാർത്തെടുക്കാനായിട്ട് കർത്താവ് എന്നെയും എൻ്റെ കുടുംബത്തെയും ഒരു ഉപകരണമാക്കി എന്നതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഒരു പക്ഷേ പല സന്ദേശങ്ങളിലൂടെ പിന്നീട് കർത്താവ് ഒരു ലേ മിനിസ്റ്ററായിട്ട് ശുശ്രൂഷ ചെയ്യാനും പിന്നീട് UAE തന്നെ ജനറൽ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കാനും മധ്യസ്ഥ പ്രാർത്ഥനാ മിനിസ്ട്രിയുടെ കോർഡിനേറ്റർ പ്രവർത്തിക്കാനൊക്കെ കർത്താവ് വഴിയൊരുക്കി. അതിലൂടെ ഒത്തിരി സഹോദരങ്ങളെ കണ്ടെത്തുവാനും അവരിലുള്ള ആധ്യാത്മികതയെ പോഷിപ്പിക്കാനും എനിക്ക് സാധിച്ചു. അത് ദൈവത്തിൻ്റെ ഒരു വലിയ ദാനവും കരുതലുമായിട്ട് ഞാൻ കരുതുന്നു. അത് തീർച്ചയായിട്ടും ദൈവം തിരഞ്ഞെടുത്തൊരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അതിനുള്ള കൃപയും സാധ്യതകളും എല്ലാം ദൈവം തരും. അതാണ് അതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും വളരെ നന്ദി ജോഷി ചേട്ടാ. വീണ്ടും ജോഷി ചേട്ടനിലേക്ക് വരികയാണ്. ജോഷി ചേട്ടന് ഒത്തിരിയേറെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓർത്ത് നോക്കൂ, ഒരു പക്ഷെ നിർബന്ധം കൊണ്ട് ആ സ്നേഹത്തിൻ്റെ മുന്നിൽ നോ പറയാൻ മേലാത്തതുകൊണ്ട് ഒരു പ്രാർത്ഥനയ്ക്ക് പോയ ആ പ്രാർത്ഥന ഇന്ന് എവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. അനേകരെ വളർത്താൻ ജോഷി ചേട്ടനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും, നമ്മളെല്ലാവരും ആ കൂടെ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുകയും ആർക്കും വലിയ ഉപദ്രവങ്ങളൊന്നും ചെയ്യാതെ അവരെ സഹായിച്ച് കൊണ്ടുപോകുന്ന ഒരു ലീഡറാണ്. അപ്പോൾ ആ പരുവത്തിലേക്ക് ദൈവം ഇത്ര എടുത്ത് ഉയർത്തുന്ന സമയത്ത് ഓർത്ത് നോക്കൂ, ഒരുപക്ഷെ ഒരു നോയായിരുന്നു എന്ന് പറയുന്നെങ്കിൽ, എന്നെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ എത്ര വലിയ നഷ്ടമായിരുന്നു. ഇപ്പോൾ വലിയ അത്ഭുതങ്ങൾ ഞങ്ങൾക്കെല്ലാം അറിയാം.
ജീവിതത്തിൽ പല അത്ഭുതങ്ങളും തന്നെ ജോഷേട്ടൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിലൂടെ ദൈവം ചെയ്ത കരിസ്മാറ്റിക് പ്രയറിൻ്റെ ശക്തി അറിഞ്ഞ ഒരു 1-2 അനുഭവങ്ങളും കൂടി എന്ന് പറയും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 15 വർഷം മുമ്പാണ് ഞാൻ ഈ കരിസ്മാറ്റിക് കൂട്ടായ്മയിലേക്ക് കടന്നു വന്നത്. പക്ഷേ കൂട്ടായ്മയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ എനിക്ക് പ്രത്യേക ഒരു വലിയൊരു അനുഭവമാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. കാരണം ഇവിടെ നമ്മുടെ ഈ പ്രവാസി ലോകത്ത് നമ്മളെ സ്നേഹിക്കാനും നമ്മളുടെ കൂടെ ഒത്തിരി കൂട്ടുകാരെ നമുക്ക് കിട്ടിയ ഒരു വലിയൊരു അനുഭവമാണ്. സ്വന്തം കുടുംബത്തിൻ്റെ ഒരു അനുഭവമായിരുന്നു കൂട്ടായ്മ എന്ന് കിട്ടിയത്. പിന്നെ ആ കൂട്ടായ്മയിലൂടെ എനിക്ക് ഒത്തിരി വളരാനായിട്ട് അതിലൂടെയാണ് ദൈവം എന്നെ ഒത്തിരി ഉത്തരവാദിത്തങ്ങളിലേക്ക് വളർത്തുകയാണ് ചെയ്തത്. ഓരോ സമയത്തും കൂട്ടായ്മയിൽ വന്ന് 3 വർഷം കഴിഞ്ഞപ്പോൾ ആ കൂട്ടായ്മയുടെ കോർഡിനേറ്ററായിട്ട് അവിടെ എന്നെ തിരഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് ആ ഉത്തരവാദിത്തം കഴിഞ്ഞപ്പോഴത്തേനും എന്നെ അന്ന് ഉണ്ടായിരുന്ന ജോയി അച്ഛൻ നമ്മുടെ MCCയുടെ മെമ്പറായിട്ട് എടുത്തു. അപ്പം അതിനുശേഷം വന്ന CB അച്ഛൻ എന്നെ ലേ മിനിസ്റ്ററായിട്ട് തിരഞ്ഞെടുത്തു. പിന്നെ അത് കഴിഞ്ഞുണ്ടായിരുന്ന ടോമച്ചൻ വന്നപ്പോഴത്തേനും എന്നെ MCCയുടെ കോർഡിനേറ്ററാക്കി. അത് കഴിഞ്ഞ് പിന്നീടും അൽഷാബ് കൂട്ടായ്മയിലേക്ക് തിരിച്ചു ചെന്ന് പിന്നെയും അവിടുത്തെ കോർഡിനേറ്ററായി 2 വർഷം. അത് കഴിഞ്ഞ് പിന്നെയും ഇവിടെ സെൻട്രൽ കോറിലേക്ക് പിന്നെയും തിരിച്ചു വന്നു. അവിടെ ഈ 2 വർഷം മുമ്പ് കോർഡിനേറ്ററായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ അന്ന് നമ്മൾ യേശു പറഞ്ഞത് ദൈവം എന്നെ ആ ഒരു വഴിയിലൂടെ ഉത്തരവാദിത്തത്തിലൂടെ നടത്താനായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ടാണ് കാണുന്നത്. വളരെ സത്യമാണത്. കാരണം ഈ മണ്ണിൽ ദൈവരാജ്യത്തിന് വേണ്ടി പണിയെടുക്കാൻ ഒത്തിരി പേര് വേണം. അതിനുവേണ്ടി ഒരുപക്ഷെ നമ്മൾ ജോലിക്കാണ് വന്നതെങ്കിലും ദൈവത്തിനൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, നമ്മളെപ്പറ്റി ഒരു പദ്ധതിയും ഉണ്ടായിരുന്നു. അതിനൊരു ഉത്തരം പറഞ്ഞപ്പോൾ, ഒരു യേസ് പറഞ്ഞപ്പോൾ ദൈവം അതിനെ സീലടിച്ച് ഉറപ്പിച്ച് പല മേഖലകളിൽ കൂടെ ശുശ്രൂഷയിലേക്ക് വളർത്തുന്നു. ഇത് കാണുമ്പോൾ ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരും അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കൃത്യമായ ഒരു ജോലി എല്ലാവർക്കും ചെയ്തേ പറ്റൂ. 8 മണിക്കോ 7:30 ഒക്കെ തുടങ്ങുന്ന ജോലി തീരുന്നത് 8 മണിക്കോ അല്ലെ 6 മണിക്കോ ഒക്കെയാണ്. ഇത് കഴിഞ്ഞ് ദേവാലയ ശുശ്രൂഷകൾക്ക് സമയം കണ്ടെത്തി കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കി ഇത്രയും വലിയ ഒരു കമ്മ്യൂണിറ്റിയെ ഉത്തരവാദിത്തത്തോടുകൂടി നയിക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ യെസ് പറയുന്ന വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും. അപ്പോൾ ലോകത്തിൽ എവിടെ ഇരുന്നാലും നമുക്ക് ദൈവത്തോടൊരു യെസ് പറയുവാൻ ഇവരുടെയൊക്കെ യെസ് ഒരു കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സാജി ബ്രദറിലേക്ക് ഞാൻ വരിക. ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഒത്തിരി കാണും കരിസ്മാറ്റിക് അനുഭവത്തിലൂടെ. ആ ദൈവം കൈപിടിച്ച അനുഭവങ്ങളും കാണും. അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യും. ദൈവിക കാര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ നമുക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും പിന്നോട്ട് നിൽക്കുകയാണ്. നമ്മുടെ ആത്മീയ മേഖലകളിൽ ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ഭൗതികമായ ഒരു അനുഗ്രഹത്തിൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ 13 വർഷക്കാലം ഒരു കമ്പനിയിൽ ജോലി ചെയ്തു. കാര്യമായ ജോലിയിൽ യാതൊരു ഉയർച്ചയും ഇല്ലാതെ അങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് മുട്ടീനയിലൊരു സോണൽ പ്രയർ ഉണ്ട്. അതിൻ്റെ കോർഡിനേറ്ററായിട്ട് എന്നെ വിളിക്കപ്പെടുന്നു. അപ്പോൾ എനിക്ക് നൈറ്റ് ഷിഫ്റ്റും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിലേക്ക് നമ്മൾ തയ്യാറായി. ഈ ഷിഫ്റ്റ് ഡ്യൂട്ടി ഉണ്ട് എങ്കിൽ പോലും പലപ്പോഴും വെള്ളിയാഴ്ചകളാണ് അവിടെ പ്രയർ ഉള്ളത്. ആ വെള്ളിയാഴ്ച നമുക്കന്ന് ഡ്യൂട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും. അങ്ങനെയെങ്കിൽ പോലും അതിനെ ഏറ്റെടുത്ത് ഞാനതിൻ്റെ കോർഡിനേറ്ററായി. പലപ്പോഴും അവിടെ പ്രയർ നടക്കുന്ന ദിവസം നമുക്ക് എത്താൻ പോലും അത് ചിലപ്പോൾ ഹാളൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ ജോലിക്ക് പോകും. അങ്ങനെ സ്ഥിതിയായിരുന്നു. അങ്ങനെ ആ ഒരു വർഷം നമ്മളവിടെ കോർഡിനേറ്റർ ആയപ്പോൾ അതിൻ്റെ എന്നോട് കൂടി ദൈവം നമ്മളെ പെട്ടെന്നൊരു ജോലി മാറ്റം തന്ന് അനുഗ്രഹിച്ചു. അതായത് നമ്മൾ ഓർക്കാത്ത അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ ദൈവം തന്നെ ഒരുക്കി തരും. അതൊരു ദൈവ കാര്യങ്ങൾക്ക് ഒരു യെസ് പറയുമ്പോൾ ദൈവം നമ്മുടെ കൂടെ നടക്കുന്ന തീർച്ചയായിട്ടും ആ അനുഭവമായിരുന്നു. വളരെ സന്തോഷം അത് കേൾക്കാൻ. നിതീഷിന് ഒത്തിരി അനുഭവങ്ങൾ കാണും. അതിൽ ഏതെങ്കിലും അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യൂ. ഞാൻ നമ്മൾ നേതൃത്വ നിലയിലേക്ക് എടുക്കുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നമ്മുടെ കൂടെ ചിലപ്പോൾ എക്സ്ട്രാ മാലാഖമാരെ നിയോഗിക്കും. കാരണം ജോലിയിൽ ചേച്ചി പറഞ്ഞ പോലെ ജോലി നമുക്ക് തിരക്കുകളുണ്ടാകും. പക്ഷേ തിരക്കുകൾ കഴിഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം നടത്തുവാനായിട്ട് ദൈവം നമുക്ക് സമയം ക്രമീകരിച്ച് നൽകും. സമയവും സാഹചര്യം എല്ലാം ദൈവം നൽകും. മാത്രമല്ല, എന്നെ എടുത്തു പറയേണ്ടത് എൻ്റെ കുടുംബം എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ. കാരണം ഞാൻ ഇറങ്ങി പോകുമ്പോൾ വീട്ടിൽ കുട്ടികളെ നോക്കുന്നതും പഠിപ്പിക്കുന്നതിനായിട്ട് ഭാര്യ ഷീജ വളരെ സപ്പോർട്ടീവാണ്. മാത്രമല്ല നന്നായിട്ട് നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും. അപ്പോൾ ഞാൻ പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ അതിനു വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഒരാൾ വീട്ടിലുണ്ട്. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇളയ മകൻ, 3ാമത്തെ മകൻ ആഞ്ചലോ, 3 മക്കളാണ് എനിക്കുള്ളത്.
അന്ന ആബേൽ ആഞ്ചലോ. അതിൽ ആഞ്ചലോ ഒരു 2-3 വയസ്സുള്ളപ്പോൾ ഒരിക്കൽ ഇവിടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കളിക്കണ കാറുണ്ടല്ലോ, കളിക്കണ കാറിൻ്റെ ഒരു ബൾബ് വിഴുങ്ങി ഒരു ദിവസം. അങ്ങനെ ചുരുക്കി പറയണം. അപ്പോൾ ആ ഒരു ബൾബ് വിഴുങ്ങിയ ഭാര്യ അറിഞ്ഞ് ബൾബ് വിഴുങ്ങി. അപ്പോൾ എന്നെ രാവിലെ ഓഫീസിലേക്ക് വിളിച്ച് ഓടി വന്നു. ഇവിടെ നിന്നുള്ള എല്ലാ ഹോസ്പിറ്റലിലും 2-3 ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോയി, ആരും എടുത്തില്ല. അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് അവർ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ലങ്സിൽ ആ ബൾബ് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അവർ ദുബായ് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഞാൻ രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ഏതാണ്ട് ദുബായ് ഹോസ്പിറ്റലുണ്ടായിരുന്നു. അതിനോടകം എനിക്കൊരു 100-ലധികം കോളുകൾ നമ്മുടെ ഈ ദുബായ് സമൂഹത്തിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്നൊക്കെ വന്നിരുന്നു. ഞാനത് ആംബുലൻസ് കയറ്റി ആണ് ലത്തീഫ് ഹോസ്പിറ്റലിൽ ദുബായ് ഹോസ്പിറ്റലിലേക്ക് മോനെ കൊണ്ടുപോയത്, ഭാര്യയും കൂടി. അപ്പോൾ ഞാൻ വേറെ വണ്ടിയിൽ പുറകെ പോണ വഴിക്ക് ഞാൻ ദുബായ് നമ്മുടെ പള്ളിയിൽ കയറി. ഞാൻ പള്ളിയുടെ വാതിക്കലുള്ളിലേക്ക് കയറി ചെന്നിട്ട് നമ്മൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ നിൻ്റെ കുഞ്ഞാണ്, നീ നോക്കിക്കൊള്ളണം. അത്ര ഞാനൊരു ഫ്രണ്ട്ഷിപ്പ് മാനറിലാണ് കർത്താവിനെ ഞാൻ സംസാരിച്ചത്. കാരണം നിൻ്റെ കുഞ്ഞാണ്, നീ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ദൈവത്തോട് ഇവിടെ വെച്ച് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഞാൻ 2 മിനിറ്റ് പ്രാർത്ഥിച്ചുള്ളൂ. അതിനുശേഷം ഞാൻ അവിടെ ചെന്നു. ഡോക്ടർ പറയുക, ഇവിടെ ചെന്ന് കണ്ട ബൾബ് അവിടെ ചെന്നപ്പോൾ കണ്ടില്ല. കാരണം പറയുകയാണ്, ആംബുലൻസിൽ വെച്ച് കുട്ടി ഒന്ന് ശക്തമായിട്ട് ചുമച്ചു. അപ്പോൾ ലങ്സിൽ നിന്ന് അത് വീണ്ടും പുറത്തേക്ക് വന്ന് അത് വയറിലേക്ക് പോവുകയും പിറ്റേന്ന് മോശം പോയപ്പോൾ കൂടെ പോവുകയും ചെയ്തു. അപ്പോൾ ഓപ്പറേഷൻ ഒന്നും വേണ്ടി വന്നില്ല. അതിനേക്കാൾ എടുത്തു പറയേണ്ടത്, ഞാൻ പറഞ്ഞു, അവിടെ ഞാൻ നിന്നപ്പോൾ വന്ന കോളുകൾ, നമ്മുടെ സമൂഹത്തിൽ നിന്ന് ആളുകൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത്രമാത്രം ഒരു ശക്തമായ ഒരു നമുക്കൊരു സൈന്യമുണ്ട് ദുബായിൽ. നമുക്ക് അങ്ങനെ ഒരു സന്തോഷമായിട്ട് പോകണം. അത്രമാത്രം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവരോട് വർക്ക് ചെയ്യുന്നതൊക്കെ വളരെ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം, വളരെ ആനന്ദദായകമാണ് ശരിക്കും പറഞ്ഞാൽ. ദൈവം നമ്മളെ പരിപാലിക്കുന്നു, ദൈവം അനുവദിച്ച സഹോദരങ്ങൾ നമ്മുടെ കൂടെയുണ്ട്, സ്നേഹിതരുണ്ട്. അതൊക്കെ ഒത്തിരി വലിയൊരു അനുഗ്രഹം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതൊരു വലിയ അത്ഭുതമാണ്. കാരണം ഒരു കുഞ്ഞിന് ഉണ്ടായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളുടെ പ്രാർത്ഥനയ്ക്കും ഇവിടെ ഒറ്റക്കെട്ടായിട്ട് പ്രാർത്ഥിച്ചപ്പോഴും കിട്ടിയ ഒരു ഉത്തരം പോലെയാണ്. വിതിൻ സെക്കൻഡിൽ ഒരു ഓപ്പറേഷൻ ഇല്ലാതെ, ഓപ്പറേഷനൊക്കെ വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ട്. ദൈവം അത്ഭുതം ചെയ്തതാണ് നിതീഷ് പറഞ്ഞത്. മാത്യു ബ്രദറിൻ്റെ ജീവിതത്തിലും നിങ്ങൾ കുടുംബം, മോനും ഒക്കെ ഇവിടുത്തെ മ്യൂസിക് മിനിസ്ട്രിയിലും കുട്ടികളുടെ ക്രിസ്ത്യനിലൊക്കെ അവനും ഉണ്ട്. കുടുംബം ഒന്നിച്ച് ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ അത്ഭുതങ്ങളുടെ ഒത്തിരി അനുഭവങ്ങൾ പറയാൻ കാണും. എന്നാൽ ഒരു കാര്യമെങ്കിലും സമൂഹത്തോട് വേണ്ടി പറയും. പെട്ടെന്ന് ഇപ്പോൾ ഓർക്കുന്നത്, എൻ്റെ വൈഫിൻ്റെ അമ്മച്ചിയുടെ ഒരു രോഗാവസ്ഥയാണ്. അമ്മച്ചി ഡയബറ്റിക് ആയിരുന്നു. അപ്പം എന്തോ കാലിൽ മുറിവ് പറ്റി. ആ മുറിവ് ശരിക്കും പഴുത്തു. അമ്മച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞ് കാല് പഴുപ്പ് ഒത്തിരി അകത്തേക്ക് പോയി. അവർ കുറച്ചെല്ലാം കാല് അതിൻ്റെ ആ ഫ്ലഷൊക്കെ അവർ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ അവർ പറഞ്ഞ് മിക്കവാറും കാല് മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥ വരും എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ എനിക്ക് തോന്നുന്നു 9 വർഷങ്ങൾക്ക് മുമ്പാണ് ദുബായ് നമ്മുടെ കരിസ്മാറ്റിക് സമൂഹത്തിൻ്റെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്ന ആദ്യ വെള്ളിയാഴ്ചയാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക്, കുർബാനയ്ക്കും, അത് കഴിഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥന, അത് കഴിഞ്ഞ് ഫാസ്റ്റിംഗ് പ്രയർ, അതിൻ്റെ ശുശ്രൂഷകൾ എല്ലാമായിട്ട് ഞാൻ രാവിലെ തന്നെ നേരത്തെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഭാര്യ ശരിക്കും വീട്ടിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ബ്രദർ വിളിച്ച് പറയുന്നു, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അമ്മച്ചിയുടെ കാല് മുറിക്കണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നേക്കാൾ തീഷ്ണമതിയായ എൻ്റെ ഭാര്യ ശരിക്കും ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതോടൊപ്പം ഫാസ്റ്റിംഗ് പ്രയറിൽ ആരാധനയുടെ സമയത്ത്, അപ്പോൾ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന ടീമിൻ്റെ കൂടെ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ ജീവിത പങ്കാളി അവിടെ ഈ ആരാധനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാൻ, ഈശോയെ എൻ്റെ അമ്മച്ചിയുടെ കാല് മുറിച്ച് കളയാൻ നീ അനുവദിക്കരുത്. അമ്മച്ചി എപ്രകാരം ഈ ലോകത്തിലേക്ക് വന്നു, അതുപോലെ തന്നെ സ്വർഗത്തിൽ നിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ 2 കാലോടും കൂടെ അംഗവൈകല്യം കൂടാതെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അത് നീ എനിക്ക് സാധിച്ചു തരണം എന്ന് പറഞ്ഞ് വളരെ ശക്തമായ ആരാധനയിൽ, ഈശോയെ നീ ഇപ്പം ഇവിടെ ഇരിക്കരുത്, എൻ്റെ അമ്മച്ചിയുടെ അടുത്തേക്ക് പോകണം, അവിടെ ചെന്ന് എൻ്റെ അമ്മച്ചിയെ തൊട്ട് സുഖപ്പെടുത്തണം എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഫാസ്റ്റിംഗ് പ്രയറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ബ്രദർ തിരിച്ച് ഫോൺ ചെയ്ത് പറയുന്നത്, അമ്മച്ചിയുടെ കാല് മുറിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ കാല് മുറിച്ചില്ല. അമ്മച്ചി മരിക്കുമ്പോഴും ആ 2 കാലോട് കൂടി സ്വർഗത്തിലേക്ക് പോകാനായിട്ട് കർത്താവ് വഴിയൊരുക്കി.
അപ്പോൾ നമ്മുടെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം നൽകുന്ന ഒരു കർത്താവ്, ജീവിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് നിരവധി അനുഭവങ്ങളിൽ ഒരു കൊച്ചനുഭവമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഒരുപക്ഷെ ഞാൻ ശാലോമിൽ പണ്ട് വായിച്ചത് ഓർക്കുന്നുണ്ട്. മോന് ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം, അത് TV-യിലൂടെ ശുശ്രൂഷയിൽ സൗഖ്യം കിട്ടിയതായിട്ട് അനുഭവം, അത് എന്തായിരുന്നു? അത് അല്ല, മോൻ്റെ കാലില് മഞ്ചാടിക്കുരു വലിപ്പത്തിൽ പ്രഷർ കോൺ വന്നു. അങ്ങനെ പ്രഷർ കോൺ വന്ന് അതിന് നമ്മൾ സാധാരണഗതിയിലുള്ള പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ച് നോക്കി. അപ്പോൾ അത് സുഖപ്പെട്ടില്ല. അപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് സർജറി ചെയ്ത് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ സർജറി ചെയ്ത് മാറ്റാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ പിന്നീട് അപ്പോയിൻമെൻ്റ് എടുത്ത് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ശാലോം TV-യിൽ അഭിഷേകാഗ്നിയിൽ കൂടി ചേർന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അന്ന് ആ ദിവസം അഭിഷേകാഗ്നി പ്രാർത്ഥനയുടെ അന്ന് എൻ്റെ ജീവിത പങ്കാളിയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം അവൻ്റെ കാലെടുത്ത് ഈ ടീപ്പോയിൽ പരിശുദ്ധ കുർബാനയുടെ സമയത്ത്, ആരാധനയുടെ സമയത്ത് കാലെടുത്ത് ഈ ടീപ്പോയിൽ വെച്ചിട്ട് ഈശോയുടെ നേരെ വെച്ചിട്ട് പറഞ്ഞു, ഈശോയെ, ഇതിന് സർജറി ഒന്നും ആവശ്യമില്ല, നീ ഒന്ന് തൊട്ടാൽ മതി, എൻ്റെ കാല് പൂർണ്ണമായിട്ട് സുഖം പ്രാപിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഈശോവിൻ്റെ കാലിൽ നിന്ന് തൊട്ട് ഞങ്ങൾ മോൻ്റെ അടുത്തും പറഞ്ഞു, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്, ആ പരിശുദ്ധ കുർബാനയിൽ ഈശോയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അവനും പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം നോക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതായി. മൂന്നാം ദിവസം നോക്കുമ്പോൾ അത് പരിപൂർണമായിട്ടും അപ്രത്യക്ഷമായി. ഇങ്ങനെ തീർച്ചയായിട്ടും ജീവിതത്തിൽ ദൈവം തൊട്ട അനുഭവങ്ങൾ നിങ്ങളുടെ എല്ലാം ജീവിതം കേൾക്കുകയാണ്. അതുപോലെ തന്നെ ജോഷിയാളിലേക്ക് വീണ്ടും വരുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാവരിലും കേട്ട ആ സൗഖ്യത്തിൻ്റെ കരങ്ങൾ ദൈവത്തിൻ്റെ, ജോഷിയാളിനും ഈയിടെ ഒരു രോഗത്തെ ഫേസ് ചെയ്തു. ആ സമയത്ത് ഞാൻ ഓർക്കുകയാണ്, ടീച്ചറും ജോഷിയാളിൻ്റെ വൈഫ് നമ്മുടെ ഇവിടുത്തെ വേർഡ് മിനിസ്ട്രിയുടെ കോർഡിനേറ്ററാണ്, ഒന്നിച്ച് ശുശ്രൂഷ ചെയ്യുന്നു. നമുക്കെല്ലാം വളരെ സന്തോഷവും അഭിമാനവുമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളുടെയും ജീവിത പങ്കാളികളും ഇവരോടൊപ്പം വളരെ ശക്തമായിട്ട് ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്, ഒരു ചെറിയ പ്രതിസന്ധി വന്നു, നാട്ടിലായിരുന്നു, പക്ഷെ ദൈവം എങ്ങനെ വഴി നടത്തിയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു അനുഭവം കൂടി ഒന്ന് പങ്കുവയ്ക്കാം. അത് നടന്ന കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ അവധിക്ക് പോയപ്പോഴായിരുന്നു. അവധിക്ക് പോയപ്പോഴത്തേനും ഞാനും ജീവിത പങ്കാളിയും ഞങ്ങൾ സാധാരണ നാട്ടിൽ പോകുമ്പോഴത്തേനും പ്രായമായ എല്ലാവരെയും പോയി കാണുന്ന ഒരു പതിവുണ്ട്. അപ്പം ഞങ്ങളൊരു ദിവസം, ഞാൻ ജീവിത പങ്കാളിയും തന്നെയാണ് പോകുന്നത്, ഞാൻ ഡ്രൈവ് ചെയ്യും, ഞങ്ങൾ ഒരുമിച്ച് പോകും. അപ്പോൾ ഞങ്ങളൊരു എറണാകുളം, ആദ്യമേ ഞങ്ങൾ കോട്ടയത്ത് നിന്ന് എറണാകുളം പോയി, എറണാകുളത്തുള്ള എല്ലാവരെയും കണ്ടു. 5-6 വീട്ടിൽ കയറാനുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അന്ന് തന്നെ വൈകിട്ട് തൃശ്ശൂർക്ക് പോയി. തൃശ്ശൂരിൽ നിന്ന് ഞങ്ങളൊരു ഹോട്ടലിൽ താമസിച്ചു. പിറ്റേ ദിവസം തൃശ്ശൂർ നമുക്ക് ചേലക്കരയിലാണ് എൻ്റെ ഒരു പേരപ്പനും പേരമ്മയുണ്ട്. അപ്പം അവരുടെ അടുത്ത് അവരെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ എനിക്ക് ചെറുതായിട്ട് ഗ്യാസ് കയറുമായിരുന്നു. എന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ നെഞ്ചുവേദന, ഗ്യാസിൻ്റെ അസുഖമായിരിക്കുന്ന കരുതി ഏപ്പക്കം വിടും, അപ്പോൾ അത് ഗ്യാസ് അങ്ങോട്ട് പോകും. പിന്നെ ചേലക്കരയിൽ നിന്ന് ഉച്ചയ്ക്ക് തിരിച്ചു പോന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു 6 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട് കോട്ടയത്ത് എത്താനായിട്ട്. തിരിച്ചു പോരുന്ന വഴിക്ക് ഇതുപോലെ ഇടയ്ക്ക് അസ്വസ്ഥത കൂടി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വണ്ടി നിർത്തി റെസ്റ്റ് എടുക്കും. തിരിച്ച് പോരുന്ന വഴിക്ക് ഇച്ചിരി മരുന്നൊക്കെ വാങ്ങിച്ചു പോന്നു. വീട്ടിൽ രാത്രി 9 മണിയായപ്പോഴാണ് വന്നത്. അപ്പം വാങ്ങിച്ചു പോകുന്ന മരുന്ന് കഴിച്ചു. അപ്പം ബിന്ദു പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ അടുത്താണ് കാരിത്താസ് ഹോസ്പിറ്റലുള്ള, വേണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലൊന്ന് പോകാം, എന്ന് ചെക്ക് ചെയ്യാം ഗ്യാസിൻ്റെ ഒന്ന് അസുഖം. ഞാൻ പറഞ്ഞു വേണ്ട, കുഴപ്പമൊന്നുമില്ല, നമുക്ക് കിടന്നുറങ്ങാം, നാളെ രാവിലെ എഴുന്നേറ്റിട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ രാത്രിയിൽ പിന്നെയും 11 മണിയാകുമ്പം പിന്നെയും നെഞ്ചിൽ ഒരു അസ്വസ്ഥത വന്നു. അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു നോക്കാം, നമുക്കൊന്ന് ഹോസ്പിറ്റലൊന്ന് പോയേക്കാം എന്ന് കരുതി. അപ്പം ഞാനും ജീവിത പങ്കാളിയും തന്നെയാണ് താമസം. അപ്പച്ചനും അമ്മയും പിന്നെ അനിയനും കുടുംബവും അന്ന് തറവാട്ടിലായിരുന്നു. അപ്പം രാത്രിയായിരുന്നു ഞങ്ങൾ അവരെ ഒന്നും വിളിക്കാൻ പോലും, കാരണം ഒരു നെഞ്ചുവേദന അല്ല, ഇത് ഗ്യാസിൻ്റെ ആയിരിക്കുമെന്ന് കരുതി. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് ഞങ്ങൾ കാരിത്താസിൽ ചെന്നു. കാരിത്താസിൽ ചെന്ന് ഒരു 11:30 ആയി. 11:30 ചെന്ന് നോക്കി, ചെക്ക് ചെയ്തപ്പോഴത്തേനും ECG ഒരു വേരിയേഷൻ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ചെക്കപ്പ് കൂടെ ആവശ്യമുണ്ട്. അങ്ങനെ അവർ ചെക്ക് ചെയ്തപ്പോഴത്തേനുമാണ് പറഞ്ഞത് ഒരു ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അവിടെ ഉടനെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു.
അപ്പം ഞങ്ങൾ എൻ്റെ വീട്ടിലും അറിയിച്ചിരുന്നില്ല, ബിന്ദുവിൻ്റെ വീട്ടിലും അറിയിച്ചിരുന്നില്ല. പിന്നെ ബിന്ദുവിൻ്റെ ബ്രദറും സിസ്റ്ററും ഉണ്ടായിരുന്നു, അവിടുത്തെ തന്നെ ഉണ്ടായിരുന്നു. അവർ വന്നു, അപ്പം തന്നെ അത് നടത്തുകയും ചെയ്തു. അപ്പം അത് ദൈവം നമ്മളെ ആ യാത്രയിലൊന്നും ദൈവം നമ്മളെ കാത്തു പരിപാലിച്ച് യാതൊരു പ്രയാസവും ഇല്ലാതെ നമ്മളെ വീട്ടിലെത്തിക്കുകയും അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ നല്ല ഹോസ്പിറ്റലിൽ പോകുവാനും അവിടെ നല്ലൊരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, നല്ല ഡോക്ടർ വന്ന് അത് ചെയ്യുവാനും ഒക്കെ ദൈവം പോകുന്നു. കൃത്യമായ ഒരു അറേഞ്ച്മെന്റ്സ് അല്ലേ നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്നതായിട്ട്. അത് നമ്മൾ ഇപ്പോഴാണ് നോക്കുമ്പോഴാണ് ദൈവം എന്തുമാത്രം നമ്മളെ കാത്തു പരിപാലിക്കുന്നു. 6 മണിക്കൂറോളം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു അസ്വസ്ഥത കൂടി നമുക്ക് പോലും അറിയില്ല. അങ്ങനെ നമുക്ക് അറിയാൻ മേല, നല്ല ഹോസ്പിറ്റലിൽ ചിലപ്പം കാണിയല്ല. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് അങ്ങനെ ഒരു വലിയൊരു അനുഭവമായിരുന്നു ഈ കഴിഞ്ഞ അവധിക്കാലത്ത് പോയപ്പോൾ. ദൈവത്തിൻ്റെ ആ ഒരു പരിപാലന നമ്മൾ കണ്ട നിമിഷങ്ങളായിരുന്നു അതൊക്കെ. തീർച്ചയായിട്ടും ദൈവം നമുക്കും വളരെ സന്തോഷമാണ്. അതുപോലെ സാജു ബ്രദറിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട അത്ഭുതം എന്ന് പറയാൻ നേരിട്ട് മനസ്സിലായ അനുഭവങ്ങൾ കാണും. അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം കൊണ്ട് ഷെയർ ചെയ്യാമോ? എൻ്റെ ജീവിത പങ്കാളി ഇവിടെ എൻ്റെ കൂടെ മക്കളും ഇവിടെ ദുബായിലുണ്ടായിരുന്നു. 13 വർഷത്തോളം അവർ ഇവിടെ ഉണ്ടായിരുന്നു. അവൾ ഗവൺമെൻറ്റിൽ നേഴ്സായിരുന്നു. വീട്ടിൽ മാതാപിതാക്കൾ, ഞാൻ ഏക മകനാണ്, സഹോദരിമാർ മാത്രമേ ഉള്ളൂ. അപ്പനും അമ്മയും പ്രായം ആയി. അപ്പോൾ അവരെ നോക്കാൻ, അവരെ സംരക്ഷിക്കാൻ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഞാനും ജീവിത പങ്കാളിയും കൂടി പ്രാർത്ഥിച്ച് ഞങ്ങൾ ആരെങ്കിലും ഒരാൾ നാട്ടിൽ പോകണമെന്ന് പോകാൻ തീരുമാനമെടുത്തു. അങ്ങനെ എൻ്റെ ജീവിത പങ്കാളി അതിന് തയ്യാറായി. അങ്ങനെ അവൾ അതിനു വേണ്ടി ഞങ്ങൾ 1 വർഷത്തോളം പ്രാർത്ഥിച്ച് തീരുമാനമെടുത്തു. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഈ വട്ടായിലച്ഛൻ്റെ അഭിഷേകാഗ്നി ഞങ്ങൾ കേട്ടു. അത് ഞങ്ങളെ ഒത്തിരി ശക്തിപ്പെടുത്തി. അങ്ങനെ എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെ നാട്ടിലേക്ക് പോകാൻ തീരുമാനമെടുത്തു. അങ്ങനെ അവർക്ക് റെസിഗ്നേഷൻ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി റെസിഗ്നേഷൻ തയ്യാറാക്കി പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ച് റെസിഗ്നേഷൻ കൊടുക്കാൻ വേണ്ടി അവൾ പോയി. ആ സമയത്ത് തന്നെ, അതേ ദിവസം തന്നെ എനിക്ക് ഒരു ഉന്നതമായൊരു ജോലി തന്നിട്ടുണ്ട് ദൈവം. അതേ ദിവസം അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ് എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും. അത് മാതാപിതാക്കന്മാരുടെ ഒരു അനുഗ്രഹം കൂടെയുണ്ട്. ദൈവം തീർച്ചയായിട്ടും അത് അപ്പനെയും അമ്മയും ശുശ്രൂഷിക്കാൻ വേണ്ടി ത്യാഗം സഹിച്ച് ഇന്ന് ഒരു പരിധിവരെ ഇന്നത്തെ തലമുറയ്ക്ക് പറ്റാത്തൊരു കാര്യമാണ്. അവരുടെ ജീവിതം മാത്രം അവർ ചിന്തിക്കുന്നത്. അതിന് വിപരീതമാണിത് കേട്ടത്. അപ്പോൾ അപ്പനെ അമ്മയും ഞാൻ നോക്കാൻ റെഡിയാണ്, പൊക്കോളാം. പക്ഷെ എന്നാൽ സമ്പത്ത്, 2 പേരുടെ ജോലി ചെയ്യുന്ന സമ്പത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് കണ്ടോ, ദൈവം അത്ഭുതമായിട്ട് 2 പേരുടെ ശമ്പളം ദൈവം ഒരാൾക്ക് തരാൻ പറ്റും എന്ന് വലിയൊരു അത്ഭുതം പോലെ ദൈവം ചെയ്യുകയാണ്. ജോഷി ചേട്ടാ, നമ്മൾ സുവർണ ജൂബിലിയിലേക്ക്, ലോകം മുഴുവൻ ആഘോഷത്തിൻ്റെ സമയമാണ് കരിസ്മാറ്റിക്കിൻ്റെ. അതുപോലെ നമ്മുടെ സെൻറ് മേരീസ് ദേവാലയത്തിൻ്റെ ജൂബിലി ആയിരുന്നു. ഈ 2 ജൂബിലിക്ക് ഇടയ്ക്കാണ് ദൈവം നമ്മളെ ഈ സമയത്ത് ഏൽപ്പിച്ചിരിക്കുക. എന്തെല്ലാം കാണാൻ ഇനിയും നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ? ഈ ജൂബിലിയുടെ വർഷത്തിൽ ദൈവം ഒത്തിരി നമ്മുടെ സെൻറ് മേരീസ് ദേവാലയത്തെ ഒത്തിരി അനുഗ്രഹിച്ച ഒരു വർഷമാണ്. പ്രത്യേകിച്ച് ഈ വർഷത്തെ ബൈബിൾ ക്വിസിൽ, ഇന്റർ പാരിഷ് UAE നടന്ന ബൈബിൾ ക്വിസിൽ ദുബായ് എല്ലാ തരത്തിലും 5 കാറ്റഗറിയിലും ഫസ്റ്റ് 1ാം സ്ഥാനം നേടിക്കൊണ്ട് വളരെ വിജയകരമായിട്ട് അത് നമ്മുടെ മാതാവിന് ഒരു സമ്മാനമായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പ്രത്യേകം സാധിച്ചു. ഒരു വലിയൊരു അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അതുപോലെ നമ്മൾ ക്രിസ്ത്യൻ ധ്യാനം നടത്തുന്നുണ്ട്. ഈ വർഷത്തെ എല്ലാ വർഷവും നടത്തുന്നുണ്ട്. പക്ഷേ ഈ വർഷം നമ്മൾ മൊത്തം ഇടവയ്ക്ക് വേണ്ടി നടത്തുവാനും 1000-ൽ-പരം കുട്ടികൾ അതിൽ പങ്കെടുക്കുവാനായിട്ടും സാധിച്ചു. അപ്പോൾ നമുക്ക് എല്ലാ കമ്മ്യൂണിറ്റിക്കും വേണ്ടി നടത്താനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മൾ കുട്ടികൾ മുതൽ വലിയൊരു വരെ ഉള്ളവർക്കുള്ള ധ്യാനങ്ങളും പരിപാടികളും നമ്മളിവിടെ നടത്തിക്കൊണ്ടാണ് ഓരോ വർഷവും ഇരിക്കുന്നത്. അപ്പം അതൊരു ജൂബിലിയുടെ ഒരു വലിയ സമ്മാനമായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന് നൽകാവുന്ന അല്ലേ ഒരു വലിയ സമ്മാനമാണ്. അതുപോലെ പ്രത്യേകിച്ച് ഈ ജൂബിലി വർഷത്തിൽ ഞങ്ങളെ ഇവിടുത്തെ കരിസ്മാറ്റിക് കൂട്ടായ്മയെ നയിക്കാനായിട്ട് ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്ത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കരുതുന്നത്. തീർച്ചയായിട്ടും ആ സ്നേഹവും ഐക്യവും ഒക്കെ എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സജി ബ്രദറെ, എന്താണ് ജൂബിലിക്ക് വേണ്ടി ഒരു വാക്ക് പറയാനുള്ളത്? ഞാൻ ജോഷേട്ടൻ പറഞ്ഞതുപോലെ ഈ സമയത്ത് ഒരു ജൂബിലിയുടെ നിറവിൽ ഇതിനെ നയിക്കുവാൻ ഞങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു. അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ, പ്രത്യേക ഒരു നിയോഗമായിട്ടാണ് കാണുന്നത്. വളരെ സന്തോഷം. നിതീഷ് പറയൂ. ഈ ജൂബിലി സമ്മാനം തന്നെയാണ് ഈ ജൂബിലിയിൽ ഞങ്ങളിങ്ങനെ ആയിരിക്കുക എന്നുള്ളത്. ഈ കരിസ്മാറ്റിക് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നേതൃത്വത്തിലേക്ക് ദൈവം എടുത്തത് ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. അത് ദൈവം നൽകിയൊരു സമ്മാനമാണ്. ആഗോള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ലോകം മുഴുവനും വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു വലിയ ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക്, നിറവിലേക്ക് ലോകം മുഴുവനുള്ള സകല ക്രിസ്ത്യാനികളും കടന്നു വരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു.
നമ്മൾ കുറച്ച് പേര് മാത്രം ശരിക്കും കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ. നമ്മുടെ ഇടവക തലത്തിൽ തന്നെ എല്ലാ ഇടവകളിലും ഈ ഒരു നവീകരണം ശക്തമായിട്ട് മുന്നേറണം എന്നാണ് എനിക്ക് എൻ്റെ ആഗ്രഹവും സ്വപ്നവും പ്രാർത്ഥനയല്ലേ. പ്രാർത്ഥന. ഈ സമയങ്ങളിൽ എല്ലാം നമ്മൾ ഈ സഹോദരങ്ങളുടെ ജീവിതവും അവരുടെ സ്വപ്നങ്ങളും അവരുടെ ആഗ്രഹങ്ങളും ഈ സമയത്ത് ഇത്രയും ദൈവം തിരഞ്ഞെടുത്ത ആ വിളിയെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. പ്രത്യേകിച്ച് ആഗോളതലത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ ഒരിക്കലും ദൂരെ ഇരുന്ന് ചിന്തിക്കരുത് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും നേട്ടമോ സാമ്പത്തിക ലാഭമോ അല്ലെങ്കിൽ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ദൈവത്തോടുള്ള സ്നേഹം മാത്രമാണ് ഇവിടുത്തെ ശുശ്രൂഷയെ നയിക്കാൻ ഇവരിൽ ഉള്ള ഒരേ ഒരു പ്രചോദന കാരണം. ഇവരെന്നല്ല, ഇവിടെ ചെയ്യുന്ന ഒത്തിരി ശുശ്രൂഷകളുണ്ട്. രാവും പകലും പ്രാർത്ഥിക്കുന്ന, ഒരു ആവശ്യം വന്നാൽ ഒന്നിച്ച് കൂട്ടായി നിൽക്കുന്ന ഒരു വലിയ സമൂഹമാണ് ദുബായ് സമൂഹം. ഒരുപക്ഷെ നാട്ടിൽ ആർക്കും ചിന്തിക്കാൻ പറ്റാത്തത്ര വിധം സ്നേഹത്തോടെയും ഐക്യത്തോടെയും പ്രാർത്ഥനയിൽ ഒരു മനസ്സോടെ മുന്നേറുന്ന ദുബായ് സെൻറ് മേരീസ് ദേവാലയത്തിൻ്റെ കരിസ്മാറ്റിക് സമൂഹത്തിൻ്റെ പ്രാർത്ഥനകളും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ജൂബിലിയിൽ ഞങ്ങളോടൊപ്പം ലോകം മുഴുവനും ആഗോള കത്തോലിക്ക സഭയോടൊപ്പം ഞങ്ങളുടെ ഈ ജൂബിലി സമയത്ത് നിങ്ങളെ എല്ലാം പ്രാർത്ഥനയിൽ ഓർക്കാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടും ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.